അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എറണാകുളത്ത് 22 വയസ്സുള്ള സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയ അരളിയെ പറ്റിയാണ്. അതിനു മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഏത് കാലാവസ്ഥയിലും പൂപ്പിടിക്കുന്ന ഒരു കുറ്റിച്ചെടിയായതുകൊണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ ഇതിനെ നട്ടുവളർത്തുന്നു. മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ നിറങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ചൂട് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ നിറങ്ങളിൽ വ്യത്യാസം സംഭവിക്കുന്നു. സ്കൂൾ പരിസരങ്ങളിൽ നിന്നും വീട്ടുമുറ്റങ്ങളിൽ നിന്നും നാം പരമാവധി ഇവയെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇത് കത്തിക്കാൻ പാടുള്ളതല്ല, കാരണം ഇതിൻ്റെ പുകയിൽ പോലും വിഷാംശം കൂടുതലാണ്. നമ്മുടെ ശരീരത്തിൽ ഇവ എത്തുന്നതിൻ്റെ അളവനുസരിച്ച് അപകടത്തിൻ്റെ തീവ്രതയും വർദ്ധിക്കുന്നു. സാധാരണയായി ആരാധനാലയങ്ങളിൽ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ആരാധനാലയങ്ങളിൽ നിന്ന് പോലും ഇതിൻ്റെ പൂവിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഇനി നമുക്കിതിൻ്റെ രാസഘടനയിലേക്ക് പോകാം. ചുവന്ന അരളിയിൽ നിരിയോഡോറിൻ, സ്യൂഡോകുരാലിൻ, റോസാജിനിൻ എന്നീ വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. മഞ്ഞ അരളിയിൽ തെവറ്റിനാണ് പ്രധാന വിഷഘടകം. ഇലകളിൽ ധാരാളമായി ഒളിയാൻഡൽ ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു. പൂവിനെ അപേക്ഷിച്ച് ഇതിൻ്റെ കറയിലും തണ്ടിലുമാണ് കൂടുതലായി വിഷാംശം ഉള്ളത്. ഇനിയും ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നമ്മളെ വീട്ടുമുറ്റങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,